ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കംപ്ലീറ്റ്ലി ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലേ, ദോശയും ചിക്കൻ റോസ്റ്റും ഓംലെറ്റും ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ നൈബർ ആൻറ്റിയുടെ അവിടെ അവർ എന്തോ ഒരു ആരുടെ ബർത്ത്ഡേയോ കാര്യങ്ങളോ എന്തോ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ഇതുപോലെ ഇങ്ങനെ തന്നു വിട്ടായിരുന്നു. അപ്പം ഞാനിതുപോലെ ലഞ്ച് എന്തായാലും ലഞ്ചില്ല. ഇനിയിപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഞാനൊരു 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു മാഗി ഉണ്ടായിരുന്നതിനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ വിശപ്പില്ലായിരുന്നു, പിന്നെ ബോറടിച്ചപ്പോഴത്തേക്കും ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കപ്പോഴത്തേക്കും നമുക്ക് ഒരു മാഗിയൊക്കെ ഉണ്ടാക്കി എനിക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ നിങ്ങൾക്കും കഴിക്കാൻ തോന്നും. അങ്ങനെ എന്നെപ്പോലത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് സെയിം വേവ് ലെങ്ത് ആണല്ലോ. അപ്പം ഞാൻ ഇച്ചിരി ഡെക്കറേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മല്ലിയിലയും പിന്നെ ഒരു ഓംലെറ്റ് സെപ്പറേറ്റ് ഒരു പാത്രത്തിലിട്ട്, വെറുതെ പാത്രം ഞാൻ തന്നെ കഴുകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടെ തന്നെ ഒരു ഫുൾ ഓംലെറ്റ് ആയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഓൾറെഡി നമുക്ക് മാഗി ഇനി വെള്ളം വറ്റി വരാനായിട്ട് കുറച്ച് മസാലയുടെ വെള്ളമുണ്ട്. അപ്പോൾ അതിൽ എഗ്ഗിരുന്ന് കുക്കായിക്കോളും. പിന്നെ എഗ്ഗിൻ്റെ മേളിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഗി റെഡിയായി. ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാഗിയിലുള്ളൊരു റെസിപ്പീസൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ വൈകുന്നേരം ഒരു 5-5:30 ആയപ്പോഴത്തേക്കും എന്തായാലും ചായ കുടിക്കണമല്ലോ. ചായ ഇല്ലെങ്കിൽ ഒരു തേയിലെങ്കിലും കുടിക്കാതിരിക്കുന്ന മോശമല്ലേ. അപ്പോൾ ഞാനിതുപോലെ ആക്ട് ടു പോപ്കോൺ, ഞാൻ എപ്പോഴും ആക്റ്റീവ് പോപ്കോൺ എന്നാണ് ഞാനിങ്ങനെ പറയുന്നത്. കാരണം പരസ്യത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ ആക്ച്വലി അത് റോമൻ ലെറ്റർ 2 പോപ്കോൺ ആണ്. പക്ഷെ ഞാൻ ആക്റ്റീവ് പോപ്കോൺ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഒരു ടങ് ട്വിസ്റ്റർ പോലെ എനിക്ക് എപ്പോഴും അങ്ങനെ വരുള്ളൂ. അതെന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ പോപ്കോൺസൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടും പിന്നെ അതുപോലെ ചീസിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഗോൾഡൻ സിസിലാണ്. പക്ഷേ ഒരു ചെറിയൊരു ചീസി ഫ്ലേവർ. നമുക്ക് ഫ്രിഡ്ജിലിപ്പം ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആ പോപ്കോൺ അങ്ങനെ സീഡ്സായിട്ട് ഇടത്തില്ലേ. അപ്പം നമുക്ക് കുറച്ച് ബട്ടറോ ചീസോ എന്തെങ്കിലും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്കത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കത് ഓൾട്ടർ ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിന് ഫാമിലിക്കൊന്ന് ഷെയർ കൊടുക്കുക.